മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ജാസ്മിനെ നാണം കെടുത്തിയിരിക്കുകയാണ് ജിൻഡോ. ജാസ്മിൻ നാണം കെട്ട് നാറി എന്ന് പറയാം. ജിൻഡോ അതുപോലുള്ള ഒരു കാര്യം അവിടെ തെളിവോടുകൂടി അവിടെ നിരത്തി കളഞ്ഞു. സംഭവം മറ്റൊന്നല്ല, പവർ റൂമിന്റെ മീറ്റിംഗ് നടക്കാണ്. അപ്പോൾ ഓരോ ടീം അംഗങ്ങളും അവിടെ യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അവരുടെ വൃത്തിയാക്കലിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ ബാത്റൂം ഏരിയ വൃത്തിയാക്കുന്നതിന്റെ കാര്യങ്ങൾ അങ്ങനെ ഓരോന്നും സംസാരിക്കുമ്പോൾ ബാത്റൂം ഏരിയ എത്തിയ സമയത്താണ് ജിൻഡോ എഴുന്നേറ്റ് നിന്നൊരു കാര്യം ചോദിക്കുന്നത്. നമ്മൾ ബാത്റൂം യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സീറ്റ് കവർ പൊക്കി വെച്ചിട്ട് വരണമെന്നല്ലേ ഇവിടുത്തെ നിയമം എന്ന് ചോദിക്കുന്നുണ്ട് ജിൻഡോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു അതെ, സീറ്റ് കവർ പൊക്കി വെച്ചിട്ട് വരണമെന്ന് തന്നെയാണ് നമ്മുടെ നിയമം. പക്ഷേ ആരെങ്കിലും അതിപ്പോൾ പൊക്കി വെക്കാതെ വന്നു കഴിഞ്ഞാൽ നമുക്കത് അറിയാനായിട്ട് സാധിക്കുന്നില്ലല്ലോ, നമുക്കത് പറ്റുന്നില്ല, കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ആരാണ് ചെയ്തതെന്ന് അവിടെ പറയുമ്പോൾ ജിൻഡോ പറയാണ് എങ്കിൽ പിന്നെ ഞാൻ തെളിവ് സഹിതം ഒരാളുടെ പേര് പറഞ്ഞു തരാം എന്ന് പറയാണ് ജിൻഡോ. അപ്പോൾ അതാര് എന്ന് ചോദിക്കുന്ന സമയത്ത് ജാസ്മിൻ തന്നെ എന്ന് പറയുന്നുണ്ട്. ജാസ്മിൻ കഴിഞ്ഞ ദിവസം ബാത്റൂമിൽ പോയി ഇറങ്ങി വന്ന് ഞാൻ പിന്നീട് ബാത്റൂമിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ സീറ്റ് കവർ പൊക്കി വെച്ചിരുന്നില്ല എന്ന്. അതിന് ഇനിയിപ്പോൾ നിങ്ങൾക്ക് തെളിവ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ വിളിച്ചൊരാൾക്ക് കാണിച്ചു കൊടുത്തിരുന്നു, നന്ദനയ്ക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പം നന്ദന പറഞ്ഞ എനിക്ക് കാണിച്ചു തന്നിരുന്നു എന്ന് നന്ദന പറയുന്നുണ്ട്. അപ്പം നന്ദന കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ജാസ്മിൻ തേച്ചൊട്ടിച്ചു എന്ന് പറയാം. ജാസ്മിൻ്റെ വൃത്തിയില്ലായ്മയും അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാത്തതും ഒക്കെ പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിപ്പോൾ തെളിവോട് കൂടി അവിടെ കൃത്യമായിട്ട് സമയത്ത് അത് ജിൻഡോ എടുത്ത് പ്രയോഗിച്ചു എന്നുള്ളതാണ്. ജാസ്മിൻ ചമ്മിനാറ് ജാസ്മിന് മറുപടി പോലും അവിടെ പറയാനായിട്ടുണ്ടായിരുന്നില്ല. ജാസ്മിൻ ബാത്റൂം ഉപയോഗിച്ച് ആ സീറ്റ് കവർ പൊക്കി വെക്കണം എന്നുള്ള ഒരു നിയമമാണ്, ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. ജിൻഡോ പറഞ്ഞത് ജാസ്മിൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം ഞാൻ അവിടെ കയറി നോക്കി, ഒപ്പം നന്ദനയ്ക്ക് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ജാസ്മിൻ ചെയ്തത് ഞാൻ നേരിട്ട് കണ്ടു, തെളിവ് സഹിതം തെളിവായിട്ട് അത് നന്ദനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനെ നാണം കെടുത്തിയിരിക്കുകയാണ്.